നമസ്കാരം. നിഫ്റ്റി ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റിയിലൊരു സൈഡ് വേസ് ട്രെൻഡാണ്. ഒരു പ്രത്യേക ലെവലിൻ്റെ ഇടയിൽ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ട്രെൻഡി മാർക്കറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബയേഴ്സിന് അത്ര ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് അല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിന് ഇത് നല്ല ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. തീറ്റ ഡിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ മാർക്കറ്റാണ്. അത് ഓപ്ഷൻ സെല്ലേഴ്സ് മീൻസ് ഓപ്ഷൻ നമ്മളെ സ്ട്രാങ്കിൾ ഓപ്ഷൻ ഷോർട്ട് സ്ട്രാങ്കിൾ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല സൂപ്പർ മാർക്കറ്റാണ്. ഗുഡ് കണ്ടീഷനാണ് ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച ലെവൽസാണ് നമ്മൾ ഇന്നലെ വരച്ച ലെവൽസാണ് ഈ കാണുന്നത്. കറക്റ്റ് നമ്മൾ വെച്ച ട്രെൻഡ് ലൈനിൽ കറക്റ്റ് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ 50 മിനിറ്റ്സിന് നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ 24,525 വരെ 500 വരെ വരാൻ ചാൻസ് ഉണ്ട്. അവിടെയും ബ്രേക്ക് ഔട്ട് പോവുകയാണെങ്കിൽ ഇവിടെ 24,500 ലെവലിൽ 24,400 450 ലെവലിൽ നമുക്കൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടെ തന്നെ 24,525 തന്നെ റെസിസ്റ്റൻസ് ഇത് മുകളിലോട്ട് പോയി. ചെറിയൊരു ഡൗൺ ട്രെൻഡ് റിസ്കി ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ട്രേഡാണ്. പക്ഷേ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. ഇനി നാളത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി നമുക്ക് 50 മിനിറ്റ്സിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ, നല്ല പവർഫുൾ ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. ഒരു കൺഫേംഡ് എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ കൺഫേംഡ് എൻട്രി ഇവിടെ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. നമുക്ക് അപ് ട്രെൻഡ് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ഏത് ബൈ കോൾ ഓപ്ഷൻ, സെല്ല് പുട്ട് ഓപ്ഷൻ, അത് നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇനി വേർസ്റ്റ് സിനാരിയോ മാർക്കറ്റ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈ ഒരു പോർഷനിൽ ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫുൾ ബോഡിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡിലോട്ട് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഡൗൺ ട്രെൻഡിലോട്ട് എൻട്രി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ബൈ എ പുട്ട് ഓപ്ഷൻ ഓർ സെൽ എ കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ സ്ട്രാറ്റജീസ് എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രാങ്കിൾ ഓപ്ഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രാങ്കിളിന് ഞാൻ സ്ട്രാങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകം പരിഗണിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു 24,800 ഒരു കോൾ ഓപ്ഷനും അതുപോലെ തന്നെ 24,300 പുട്ട് ഓപ്ഷനും സെല് ചെയ്തിടാവുന്നതാണ്. ഒരു വലിയ ലാഭം പ്രതീക്ഷിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി നമ്മളൊരു 20 ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 2% പ്രോഫിറ്റ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ട്രേഡ് 2% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ മീ എന്നെ സംബന്ധിച്ചോളം നല്ല പ്രോഫിറ്റാണ്. ഇത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇത് ഫോർ 24,300 ലെവൽ കേട്ടോ. ഇതിവിടെ 24,800 ലെവൽ. ഒന്ന് കളർ ചേഞ്ച് ചെയ്യാം നമുക്ക്. ഇത് സ്ട്രാങ്കിൾ ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ. ഈ രണ്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇടയിൽ നമുക്ക് സ്ട്രാങ്കിൾ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് നാളെ പരിഗണിക്കാവുന്ന ലെവൽസാണ്. കുറച്ചും കൂടെ റിസ്കി ആയിട്ട് ചെയ്യുന്നവർക്ക് പിന്നെ 24,500 24,750 നമുക്ക് സ്ട്രാങ്കിളായിട്ട് പുട്ടും കോളും സെയിൽ ചെയ്യുന്നതായിട്ട് പരിഗണിക്കാം. റിസ്ക് എടുക്കുന്നവർക്ക് 24,750 24,750 കോൾ ഓപ്ഷനും 24,500 പുട്ട് ഓപ്ഷനും സെല് ചെയ്ത് വെക്കാം. കുറച്ച് റിസ്ക് അത്ര ബിഗിനേഴ്സൊക്കെ അത്ര റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നുണ്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നവർക്ക് 24,800 24,320 നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്ട്രാങ്കിൾ ഓപ്ഷന് വേണ്ടിയിട്ട് പരിഗണിക്കാവുന്നതാണ് നാളത്തായിട്ടുള്ള മാർക്കറ്റിൽ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ വരച്ച് കൂട്ടിയിട്ട കളികളാണ് ഈ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ വരച്ച പോലെ തന്നെ കറക്റ്റ് കണ്ടോ, നമ്മൾ വരച്ച ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഈ ഒരു ലെവലിൽ, അതായത് 54,400 ലെവലിൽ ഓപ്പൺ ആയിട്ട് കറക്റ്റ് നമ്മൾ വരച്ച ആ ഒരു ട്രെൻഡ് ലൈനിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഒരു മിനിറ്റ് ഈ കുത്തിവരകളൊക്കെ നമുക്ക് അതങ്ങ് റിമൂവ് ചെയ്യാം. നമ്മൾ ഇന്നലെ വരച്ച ഡ്രോയിങ്സ് ആദ്യം ഒന്ന് വരക്കാം.
ഇതായിരുന്നു നമ്മൾ ഇന്നലെ വരച്ച ഡ്രോയിങ്സ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഡ്രോയിങ്സിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ വന്നിട്ട് എന്ത് റെസിസ്റ്റൻസ് എടുത്തിട്ട് മുകളിലോട്ട് പോയതുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഓർഡർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പോകുന്ന ഏതാണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു സ്ട്രാറ്റജീസും ഒരു ഐഡിയാസും 100% അക്യൂറേറ്റ് അല്ല. എന്നാൽ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നാളത്തെ ഒരു ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻട്രാഡേ റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ആ ലെവല് ഇതിനെയും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്കി എൻട്രി എടുക്കുന്നവർക്ക് ഇവിടെ തന്നെ എൻട്രി എടുക്കാം. അല്ലാത്തവർക്ക് കൺഫേംഡ് എൻട്രിക്ക് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെയും എൻട്രി എടുക്കാം. എന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ട് മാർക്കറ്റ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് മീൻസ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന പോയിന്റ് 53,800 മുകളിൽ നമുക്കൊരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് 53,750 താഴത്തോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോവാം. ഇത് പിന്നെ റിസ്കി എൻട്രി അല്ല. ഇതിൻ്റെ മുകളിൽ 53,800 മുകളിൽ എടുക്കുക. ഇവിടെ തന്നെ 53,650 തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അത് റിസ്കി എൻട്രി ആണ്. മാർക്കറ്റ് വോളറ്റിലിറ്റി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ 53,550 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് ആകും. ടാർഗറ്റ് നമ്മുടെ റിസ്ക് റിവാർഡ് കപ്പാസിറ്റി അനുസരിച്ച് ഓരോരുത്തരുടെ സ്ട്രാറ്റജി അനുസരിച്ച് വെക്കാം. ഇനി വേർസ്റ്റ് സിനാരിയോയിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ലൊരു റെഡ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തോട്ട്, അതായത് ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഇവിടെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വരണം, റെഡ് ക്യാൻഡിൽ ഫുൾ ബോഡി ക്യാൻഡിൽ വരണത് ഇവിടെയാണെന്നുണ്ടെങ്കിലും അതായത് 53,800 മുകളിലോട്ട് മാർക്കറ്റ് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫുൾ ബോഡി ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ നിങ്ങൾക്ക് പരിഗണിക്കാം. അല്ലെങ്കിൽ താഴത്തോട്ടുമാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ 53,800 മുകളിലോട്ടാണെങ്കിൽ ഒരു 53,300 350 330 താഴത്തോട്ട് പോയിട്ട് നല്ലൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നാളത്തെ മാർക്കറ്റിൻ്റെ എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇങ്ങനെയൊക്കെ വരാനാണ് സാധ്യത. അതായത് ഒന്നും കൂടെ പറയാം, ഈ ഒരു ലെവൽ 53,800 മുകളിലോട്ട് ഒരു അപ് ട്രെൻഡും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ 53,300 താഴത്തോട്ട് ഞാനൊരു ഡൗൺ ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു വാച്ചിങ് ഫോർ ദി വീഡിയോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.